നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ ഒരു ഷേപ്പായിരുന്നു ആക്ച്വലി. റോഡ് നമ്മളത് കുറച്ച് മുകളിലും അതേപോലെ തന്നെ പ്ലോട്ട് കുറച്ച് താഴെയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ ഈ കാണുന്ന ഒരു രീതിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഒരു ചെറിയൊരു അഡീഷണൽ ഒരു സ്പേസ്, അതായത് വീട്ടുകാർക്ക് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഡ്രൈയിങ് ഏരിയ ആയിട്ടും അതേപോലെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ടുള്ള യൂസ് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഈ ഒരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സ്പേസിന് മുകളിലായിട്ടാണ് നമ്മൾ ഗ്രൗണ്ടും അതേപോലെ ഫസ്റ്റും എല്ലാം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റോഡിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് സാധാരണ പ്ലോട്ട് പോലെ തന്നെ തോന്നുകയും പക്ഷേ ഈ പറഞ്ഞ ഒരു വലിയൊരു ഏരിയ ക്ലയൻറ്റിനെ അവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 1000 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ പ്ലോട്ട് വേരിയേഷൻ ഉള്ള നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഒരുപാട് പ്ലോട്ടുകൾ ഒരേ ഷേപ്പിലല്ലാത്തതുണ്ടാവും. ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് പ്ലോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെയ്ത ഇത് 5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം ഏരിയ കിട്ടാനായിട്ട് ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ ചെയ്തത്. ഇതേപോലെ ഏരിയയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊരു പാർക്കിംഗ് ഏരിയ, ഇപ്പോൾ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ പ്ലോട്ടിന് ഏരിയ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ സൈഡിലൊരു റോഡ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ആക്കി യൂസ് ചെയ്യാം. അവിടെ 1, 2, 3, 4, 5 എത്ര വേണമെങ്കിലും കാർ നിർത്താനുള്ള സ്പേസ് കിട്ടും. ഈവൻ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അതിൻ്റെ ഏരിയ വേറെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ്, കൂടുതൽ ഏരിയ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇത് അതേപോലെ തന്നെ ഒരു പാർട്ടി ഏരിയ ആയിട്ടും അങ്ങനെ ഒരുപാട് സ്പേസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്.